ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 12 രോഹിണി നക്ഷത്രമാണ്. അന്ന് പഞ്ചമിയാണ്. ഈ പഞ്ചമിക്ക് വലിയ വിശേഷമുള്ള ഒരു പഞ്ചമിയാണ്. അതായത് ശ്രീ പഞ്ചമി അല്ലെങ്കിൽ ലക്ഷ്മി പഞ്ചമി. വസന്ത പഞ്ചമി അല്ല, തെറ്റിപ്പോകരുത്. വസന്ത പഞ്ചമി നമ്മൾ സരസ്വതീ ദേവിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ശ്രീ പഞ്ചമി അല്ലെങ്കിൽ ലക്ഷ്മി പഞ്ചമി നമ്മൾ മഹാലക്ഷ്മിയാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് പണ്ടൊരിക്കൽ മഹാലക്ഷ്മി ദേവന്മാരോടൊക്കെ പിണങ്ങി അങ്ങ് പാലാഴിയിലേക്ക് അങ്ങ് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം വലിയ ദോഷങ്ങളുണ്ടായി. കാരണം മഹാലക്ഷ്മി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. കാരണം എല്ലാ സമൃദ്ധികളും തരുന്നത് ദേവിയാണ്. അങ്ങനെ ദേവന്മാരോട് പിണങ്ങിപ്പോയ മഹാലക്ഷ്മിയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി സകല ദേവന്മാരും വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു. അത് കണ്ടിട്ട് അസുരന്മാരും പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവി തൻ്റെ ഭക്തരുടെ പ്രാർത്ഥനയും വ്രതവും ഒക്കെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് വീണ്ടും പുനർജനിച്ചു മഹാവിഷ്ണുവിൻ്റെ പത്നിയായി പാലാഴിയിൽ നിന്നും വന്ന് വൈകുണ്ഠത്തിൽ താമസമാക്കി. അങ്ങനെ പുനർജനിച്ച ദിവസമാണ് ശ്രീ പഞ്ചമി അല്ലെങ്കിൽ ലക്ഷ്മി പഞ്ചമി എന്ന് അറിയപ്പെടുന്നത്. ആ ദിവസമാണ് ദേവി പുനർജനിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു കഥയാണ്, വ്രതകഥ. എന്തുതന്നെ ആയാലും ഭാരതത്തിൽ ഈ ഏപ്രിൽ 12 അന്ന് പഞ്ചമി തിഥി, അന്നത്തെ ദിവസം ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് മഹാലക്ഷ്മി. വെള്ളിയാഴ്ചയും പഞ്ചമിയും ഒക്കെ കൂടെ വന്നിരിക്കുന്ന വലിയ വിശേഷപ്പെട്ട ദിവസമാണ്. സാധാരണ നമുക്കറിയാം വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ദേവിയെ പൂജിക്കുന്ന ദിവസമാണ്. ദേവിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടോത്തരങ്ങളൊക്കെ ജപിക്കുക. മഹാലക്ഷ്മി സ്തവം അറിയാമെങ്കിൽ ജപിക്കുക. അതല്ലെങ്കിൽ ഓ മഹാലക്ഷ്മി നമേന്ന് ജപിക്കുക. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനകളെല്ലാം ജപിക്കുക. അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തേങ്ങാദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. നെല്ലിക്കാദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. എന്തു തന്നെയായാലും ഇതൊന്നും ചെയ്തില്ലെങ്കിലും അന്ന് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഭദ്രദീപം കത്തിക്കുക. അതായത് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക. അതിലേക്ക് ആ എണ്ണയിലേക്ക് ഒരു ഏലക്കായും കൂടി ഇട്ട് കത്തിക്കാമെങ്കിൽ വളരെ നല്ലത്. കാരണം ഏലക്കയുടെ ആ മണം, ആ ഗന്ധം മഹാലക്ഷ്മിയെ ആകർഷിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഏലക്കായ ഇട്ടില്ലെങ്കിലും ഭദ്രദീപം കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിളക്ക് കത്തിക്കേണ്ടത് ദിശകൾ എങ്ങനെയൊക്കെയാണെന്ന് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.